ഹായ് ഹലോ ഗുഡ് ഈവനിങ് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ. കേൾക്കാം സാർ, കേൾക്കാം. യെസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഐ തിങ്ക് VRRP. അതെ അതെ, VRRP, അതെ അതെ. യെസ്. Recording in progress. അടുത്ത റിഡൻഡൻസി പ്രോട്ടോകോൾ ആണ് GLBP, ഗേറ്റ്വേ ലോഡ് ബാലൻസിംഗ് പ്രോട്ടോകോൾ. HSRPയുടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് GLBP. സോ ഇറ്റ് മീൻസ് ഇറ്റ്സ് എ സിസ്കോ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ. സിസ്കോയുടെ സ്വന്തമായിട്ടുള്ള ഒരു ലോഡ് ബാലൻസിംഗ് പ്രോട്ടോകോൾ ആണ് GLBP എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് HSRP അപേക്ഷിച്ച് ഇവിടെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോഡ് ബാലൻസിങ് ഇല്ലേ. സാധാരണ നമ്മൾ ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് 3 വിർച്വൽ IP എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ആ ഒരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ലോഡ് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് പോകും. അതാണ് HSRP അപേക്ഷിച്ച് ഇതിനകത്ത് വരുന്ന അഡ്വാൻസ്ഡ് ആയി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഓക്കെ, എല്ലാവരെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് എന്താണ്? AVF എന്നാണ് വിളിക്കുന്നത്, ആക്റ്റീവ് വിർച്വൽ ഫോർവേഡേഴ്സ്. ഓട്ടോമാറ്റിക്കലി ഈ റൗണ്ട് റോബിൻ മെക്കാനിസം കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ബിടെക് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. റൗണ്ട് റോബിൻ മെക്കാനിസം, അതായത് ലോഡ് ബാലൻസ് ചെയ്യുക. ഒരാൾക്ക് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ ടോപ്പോളജി ബേസ്ഡ് ഇപ്പോ ഒരു ട്രാഫിക് വന്നു, അത് ഇയാൾ ഏറ്റെടുക്കും. അടുത്ത ട്രാഫിക് വരുന്ന സമയത്ത് ഇയാൾ നേരെ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യും? അടുത്ത ആൾ ഫോർവേഡ് ചെയ്യും. അടുത്ത ട്രാഫിക് വരുമ്പോഴോ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോകും. ഇതിനെ വിളിക്കുന്ന പേരാണ് റൗണ്ട് റോബിൻ മെക്കാനിസം. കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും റൗണ്ട് റോബിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? നമ്മള് ഡിഗ്രിക്കോ ബിടെക്കിനോ എവിടേക്കോ ഉണ്ട്, പഠിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക് ലോഡ് ബാലൻസിങ്. ഇനി അടുത്ത ട്രാഫിക് വന്നാൽ ഇയാൾ ഏറ്റെടുക്കും, അടുത്ത വന്നാൽ ഇയാൾക്ക് വിട്ടുകൊടുക്കും, അടുത്ത വന്നാൽ ഇയാൾക്ക് വിട്ടുകൊടുക്കും. എന്ന് വെച്ചാൽ ഈ കാണുന്ന 3 റൗട്ടേഴ്സിനകത്ത് ഒരാൾ AVG ആയിരിക്കും. AVG മീൻസ് നമ്മുടെ മെയിൻ ആക്റ്റീവ് റൗട്ടർ. ആക്റ്റീവ് വിർച്വൽ ഗേറ്റ്വേ. ഇതിനകത്ത് പ്രയോറിറ്റി ബേസ്ഡ് ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. IP അഡ്രസ് ആയിക്കോട്ടെ, MAC അഡ്രസ് ആയിക്കോട്ടെ, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? AVG റൗട്ടർ ആയിരിക്കും. AVG റൗട്ടർ ഒരു ട്രാഫിക് വരുന്ന സമയത്ത് അയാൾ ഏറ്റെടുക്കും, അടുത്ത ട്രാഫിക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അടുത്ത ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, അടുത്ത് വരുമ്പോഴോ അടുത്ത ആൾക്ക് ഫോർവേഡ്. ദെൻ എഗെയിൻ ഒരെണ്ണം വരികയാണെങ്കിൽ സ്വന്തമായിട്ട് ഏറ്റെടുക്കും, പിന്നെ എന്ത് ചെയ്യും? അടുത്ത ആൾക്ക് തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് റൗണ്ട് റോബിൻ മെക്കാനിസം പറയുന്നത്. ഇപ്പൊ HSRP അപേക്ഷിച്ച് VRRPനെ അപേക്ഷിച്ച് ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ലോഡ് ബാലൻസിങ് നമ്മളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ റൗട്ടേഴ്സും എന്തായിരിക്കും? ആക്റ്റീവ് വിർച്വൽ ഫോർവേഡേഴ്സ് ആയിരിക്കും. മെയിൻ റൗട്ടർ വിളിക്കുന്ന പേരാണ് AVG, അതായത് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന റൗട്ടർ വിളിക്കുന്ന പേരാണ് AVG. ഇതാണ് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് ഹയർ സീരീസിനകത്ത് മാത്രം സപ്പോർട്ട് ചെയ്യുക. അത് 450 എബോ വരുന്ന 450 എബോ വരുന്ന സീരീസിനകത്തായിരിക്കും എന്ത് ചെയ്യുക? ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ലോക്കലി വരുന്ന എല്ലാത്തിനകത്തും HSRP സപ്പോർട്ട് ചെയ്യും, VRRP സപ്പോർട്ട് ചെയ്യും. ബട്ട് 4500 സീരീസ് ഹയർ വരുന്ന സീരീസിനകത്ത് മാത്രമേ എന്ത് സപ്പോർട്ട് ചെയ്യുള്ളൂ? GLBP സപ്പോർട്ട് ചെയ്യും, ലേറ്റസ്റ്റ് വൺ. ഇതാണ് ആകെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതിന്റെ സിൻടാക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളാം. സിൻടാക്സിനകത്ത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാൻഡ് ബൈ യൂസ് ചെയ്തു, അതുപോലെ നമ്മൾ VRRP യൂസ് ചെയ്തു. അതിന്റെ സ്ഥാനത്ത് എന്ത് വരും? ജസ്റ്റ് GLBP. ഓക്കെ, കമാൻഡിനകത്ത് വേറെ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ദെൻ പ്രിയംഷൻ നമ്മൾ മാനുവലി ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യില്ല, മാനുവലി തന്നെ എന്ത് ചെയ്യണം? പ്രിയംഷൻ നമ്മൾ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ ഇന്റർഫേസ് ട്രാക്കിംഗ് ശ്രദ്ധിക്കാം. VRRPക്കകത്ത് യൂസ് ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്?
ഇന്റർഫേസ് ട്രാക്കിംഗ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. യെസ്, അരുൺ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറയാം. ഓക്കെ ഓക്കെ സാർ. അരുൺ ലാപ്ടോപ്പ് ഉണ്ടോ അതോ ഞാൻ ലാപ്ടോപ്പ് ഇല്ല എൻ്റെ കയ്യിൽ. കുഴപ്പമില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ടോപ്പ് പൊളിച്ച് അതുണ്ട്, താങ്കൾ അയച്ചു തന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ എന്ത് ചെയ്യാം, ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ ഇന്റർഫേസ് ട്രാക്കിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ തന്നെ ലോഡ് ബാലൻസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, റൗണ്ട് റോബിൻ മെക്കാനിസം വരുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാഫിക് എന്ത് ചെയ്തോളും, AVG തന്നെ എല്ലാം കൺട്രോൾ ചെയ്തോളും, നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അതാണ് വ്യത്യാസം. ജസ്റ്റ് അതിന്റെ സിൻടാക്സ് അതിന്റെ തിയറി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഓതന്റിക്കേഷൻ ഒക്കെ സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ലാബിനകത്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ MD5 ഓതന്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അഡ്വാൻസ് വരുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ എവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, GLBP-കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട്. ഓക്കെ ഓക്കെ. കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ലാബ് ചെയ്ത് നോക്കാൻ പറ്റിയായിരുന്നോ? ചെയ്തില്ല, ചെയ്യാൻ സമയം കിട്ടിയില്ല. സാധാരണ ഞാൻ എല്ലാ പിറ്റേ ദിവസം ചെയ്യുന്നതാ, ഈ പ്രാവശ്യം സമയം കിട്ടിയില്ല. നമ്മള് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോകും പെട്ടെന്ന്. നാളെ തന്നെ ചെയ്യുന്നുണ്ട്. ഫയൽ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഫയലല്ലേ, ഫയല് നോക്കട്ടെ. സാർ എൻ്റെ കയ്യിൽ ഇല്ലതിപ്പോ. പെൻഡ്രൈവിലായിരുന്നു അത്, പെൻഡ്രൈവ് ഇല്ല എൻ്റെ അടുത്ത് ഇപ്പോ. ഇല്ല, കുഴപ്പമില്ല, നോക്കാം. മുമ്പ് ചെയ്തതുണ്ടെന്ന് തോന്നുന്നു. എയർടെൽ, ജിയോ, VI. ഇത് തന്നെ നോക്കാം, ഏതിൽ നിന്ന് മാത്രം പണിയുള്ളൂ. ഇതിനകത്ത് HSRP എനേബിൾഡ് ആണ്, കണ്ടേ, സ്റ്റാൻഡ് ബൈ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്റർഫേസ് ഒന്ന് ഡീഫോൾട്ട് ആക്കിയിട്ട് GLBP നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, EAGRP എല്ലാം സേവ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇനി GLBP മാത്രം ചെയ്താൽ മതി. ഡീഫോൾട്ട് ആക്കിയിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ.
സൈനുദ്ദീൻ എവിടെയാണ് ആക്ച്വലി? എബ്രോഡ് ആണോ, ഇവിടെ ആണോ? ഒന്നും കേൾക്കുന്നുണ്ടോ? ആളില്ലെന്ന് തോന്നുന്നു അടുത്ത്. ഫൈൻ. നമുക്ക് എന്തായാലും ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് PC-യിൽ നിന്ന് ഒന്ന് ട്രേസ് അടിച്ച് നോക്കാം. ഫംഗ്ഷൻ്റെ ആണ് വർക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ജിയോ VI-ന്റെ എല്ലാം തന്നെ ഇന്റർഫേസിനകത്ത് കമാൻഡ് കൊടുക്കാം. കോൺഫിഗറേഷൻ default interface F0/0, then Geo, മോഡിൽ കയറുന്നു. ഇപ്പൊ HSRP എടുത്ത് കളഞ്ഞില്ലേ? അതെ ക്ലിയർ ചെയ്യണം. HSRP കളയുന്നതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർഫേസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പോയിക്കോളും. SRP എന്നല്ല, എന്തെല്ലാം കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ എല്ലാം പോയിക്കോളും. ഡീഫോൾട്ട് ഇന്റർഫേസ് ആയി മാറി. ക്ലിയർ അല്ലേ? വേറൊന്നും നമ്മൾ കളയുന്നില്ല. HSRP-യുടെ കോൺഫിഗറേഷൻ കളയുന്നു, ആ ഇന്റർഫേസിനകത്തുള്ള IP കളയുന്നു. ഇത്രേ ഉള്ളൂ. ഡീഫോൾട്ട് ഇപ്പൊ ഫ്രഷ് ആയി. ഇപ്പോൾ നോർമലി ഉള്ള കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഇന്റർഫേസിന് F0/0 IP ആഡ് ഇന്റർഫേസിന്റെ IP തരുന്നു 10.01 അല്ലേ? 10.0.0.55. ഇനി നമ്മൾ GLBP-യുടെ കോൺഫിഗറേഷൻ ആക്കി കൊടുക്കുന്നത് ജസ്റ്റ് ആകെ GLBP ഗ്രൂപ്പ് നമ്പർ 1, നമ്മൾ വിർച്വൽ IP 10.0.0.10 IP എന്നുണ്ട് അല്ലേ? കീവേഡ് ഈ ഡിവൈസ് നമ്മൾ GLBP പ്രയോറിറ്റി GLBP 1 പ്രയോറിറ്റി നമ്മൾ അടുത്തത് നമ്മുടെ ജിയോ റൗട്ടർ interface F0 IP add 10.0.0. mask 55.0.0.0. next one GLBP അല്ലേ? group number 1 IP .0.0.10. ഇനി GLBP priority GLBP 1 priority 150. Perfect. Then VI router is F0/0 IP add 10.0.0. like 5.0.0. LBP 1 IP 10.0. right? 10, yes. 1 priority 110. പോയി GLBP 1 preempt. നോട്ടം കൊടുത്തില്ല, എല്ലാത്തിനും അത് കൊടുക്കണം. കൊടുക്കണം. GLBP പോകാൻ തിരിച്ച് GLBP 1
നമുക്ക് പോയി LBP എല്ലാത്തിലും നമ്മൾ എന്ത് കൊടുത്തു, GLBP കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പ്രൈസ് ചെയ്ത് നോക്കാം. ഈസിക്കകത്ത് കയറിയിട്ട് പ്രൈസ് കൊടുക്കാം. പ്രൈസ് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഓർഡറിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലോഡ് ബാലൻസിങ് കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ലോഡ് ബാലൻസ് കേസ് ഇപ്പോൾ 10.01 വഴി പോകുന്നുണ്ട്. അടുത്ത ഡിവൈസ് ഒന്നുകിൽ 2 അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 3 പിക്ക് ചെയ്തിട്ട് പോകണം. കൺസോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രൈസ് അടിക്കാം 50.0.0. കണ്ടോ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, മനസ്സിലായോ? നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ലോഡ് ബാലൻസിങ് നടക്കുന്നുണ്ട്. അടുത്ത 10.02 വഴിയാണ് പോകുന്നത്. അടുത്ത പീസ് നോക്കുമ്പോൾ മേ ബി എന്തായിരിക്കാം, 3 ആയിരിക്കും. 3 വഴി. നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ലോഡ് ബാലൻസിങ് GLBPക്കകത്ത് എന്താണ്, ലോഡ് ബാലൻസിങ് നമ്മളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് തന്നെ എന്ത് ചെയ്തോളും, സെൻസ് ചെയ്തിട്ട് പോയിക്കോളും. നല്ല അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല GLBP യൂസ് ചെയ്യുന്നെങ്കിൽ. ഓക്കെ, ഇനി ഇന്റർഫേസ് ട്രാക്കിംഗ് കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. എയർടെൽ ഡിവൈസിനകത്ത് കയറിയിട്ട് വാൻ ഇന്റർഫേസ് ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പിക്ക് ചെയ്ത് പോകുന്ന രീതിക്ക്. ഓക്കെ, സിൻടാക്സ് ഐ തിങ്ക് കോൺഫിഗറേഷൻ മോഡിൽ കയറിയിട്ട് ട്രാക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക, ട്രാക്ക് പോവോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഇന്റർഫേസ് /0 എന്തായിരുന്നു, ലൈൻ പ്രോട്ടോകോൾ. ലൈൻ പ്രോട്ടോകോൾ, യെസ്. നമ്മുടെ ഇന്റർഫേസിനകത്ത് കയറിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇന്റർഫേസ് F0/0 ELBP 1 വെയിറ്റിംഗ് ട്രാക്ക് പോലെ ഇവിടെ വാല്യൂ വെയിറ്റിംഗ് നമ്മുടെ ഇന്റർഫേസ് ട്രാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ്. നമ്മൾ ഒരു ഡിക്രിമെന്റ് വാല്യൂ നമുക്ക് കൊടുത്തില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ XSRP ചെയ്യുമ്പോൾ കൊടുത്തില്ലായിരുന്നു. അതുപോലെ GLBP കാത്ത് തരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമാൻഡ് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. ഡിക്രിമെന്റ് വാല്യൂ ഒരു 60 കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിനി ഇന്റർഫേസ് S1/0 ജസ്റ്റ് ഷട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വഴി പോകില്ല. ഓക്കെ, 10.01 വഴി ഒരു ഡിവൈസും പോകില്ല. എല്ലാവരും പോകുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ 2 ആയിരിക്കും, 10.02 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും. ബിക്കോസ് നമ്മുടെ വാൻ ഇന്റർഫേസ് എന്താണ്, ഡൗൺ ആണ്. നേരത്തെ 1 വഴിയെ പോയത്, ട്രൈ ചെയ്യാം. അപ്ഡേറ്റ് വരുന്നേ ഉള്ളൂ. 1 വഴി പോകുന്നുണ്ട്, നേരെ റീഡയറക്ട് ആയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്, 10.02 വഴി പോകുന്നുണ്ട്. സോ സിമ്പിൾ. അപ്പോൾ അവിടെ വാൻ ഇന്റർഫേസ്, അതായത് ഇന്റർഫേസ് ട്രാക്കിംഗ് എന്താണ്, എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഓട്ടോമാറ്റിക്കലി അടുത്ത ഇന്റർഫേസ് പിക്ക് ചെയ്ത് പോകും. ഇനി തിരിച്ച് നമ്മുടെ ഡൗൺ ആയിരിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, പഴയത് വഴി, അതായത് 1 വഴി തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, 5 വരുന്നുണ്ട്. പുള്ളിക്കാരൻ പഴയ സ്ഥാനങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, പ്രിയംഷൻ കൊടുത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ട്രൈ ചെയ്യും. പ്രിയംഷൻ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ യെസ്, പുള്ളിക്കാരൻ ഏത് വഴി പോകുന്നുണ്ട്, 10.01 വഴി എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ലോഡ് ബാലൻസിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി വർക്കിംഗ്. ഓക്കെ, അപ്പോൾ കമാൻഡ് ഒന്ന് അടിച്ച് നോക്കാം. കയറിയിട്ട് GLBP
ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. 10.01 ആണ്. അത് ലോക്കൽ മീൻസ് എന്താണ്, ഞാൻ തന്നെയാണ്. ഓക്കെ, ഞാൻ തന്നെയാണ് GLPP എന്നാണ് മീൻ ചെയ്യുന്നത്. അടുത്ത ആളുടെ MAC അഡ്രസ്സും IP അഡ്രസ്സും പിക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത ആളുടെ MAC അഡ്രസ്സും IP അഡ്രസ്സും പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ്. എല്ലാവരും എന്താണ്, 3 പേരെന്താണ്, ഫോർവേഡേഴ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ എന്താണ്, ഞാനാണ് GLPP, ഞാനാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സി, എല്ലാവരെ കുറിച്ച് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അഡ്വാൻസ് ലെവൽ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് GLPP എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന HSRP തന്നെയാണ്. ഓക്കെ, കൂടുതൽ കണ്ടിട്ടുള്ള എന്താണ് ഇവിടെ HSRP തന്നെ. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, GLPP മോസ്റ്റ് ഫങ്ഷൻഡ് ആണ്, റിലയബിൾ ആണ്. നമുക്ക് ഈ പറയുന്ന ലോഡ് ബാലൻസിങ് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തോളും, ഡിറ്റക്ട് ചെയ്തോളും. ക്ലിയർ അല്ലേ? ഓക്കെ. Yeah, sure. Just second. ഓ താങ്കൾ കുറച്ച് ബിസി ആയിരുന്നു അല്ലേ? ഓക്കെ. റൂം എത്തിയോ? ഓക്കെ. ഇവിടെ മുതലാണ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട്. അതായത് നോർമലി നമ്മൾ എല്ലാ റൗട്ടേഴ്സും ആക്റ്റീവ് ഫോർവേഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് എല്ലാവരും AVF എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ബിക്കോസ് എല്ലാവരും ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് വിളിക്കുന്നത്. ഇതിനകത്ത് റൗണ്ട് റോബിൻ മെക്കാനിസം എന്നാണ് പറയുന്നത്. റൗണ്ട് റോബിൻ മെക്കാനിസം ഇപ്പോൾ കണ്ടില്ലേ, ഒരാൾക്ക് ഒരു ട്രാഫിക് കിട്ടി കഴിഞ്ഞാൽ AVG പറയുന്ന റൗട്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ റൗട്ടർ. ആക്റ്റീവ് റൗട്ടറിനെ വിളിക്കുന്ന പേരാണ് ഇവിടെ AVG എന്ന് പറയുന്നത്. അപ്പൊ AVG ആയിരിക്കും എല്ലാ കാര്യങ്ങളും, IP അഡ്രസ്സും MAC അഡ്രസ്സും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, ഇവിടെ AVG ആയിരിക്കും. ഓക്കെ, അപ്പം AVG ആണ് റൗണ്ട് റോബിൻ മെക്കാനിസം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നൈബേഴ്സിലോട്ട് എന്ത് ചെയ്യും, വരുന്ന ട്രാഫിക് അനുസരിച്ച് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് റൗണ്ട് റോബിൻ. അടുത്ത പേജ് AVGക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി ബേസ്ഡ് നെക്സ്റ്റ് പ്രയോറിറ്റി ഡിവൈസ് എന്തേ മാറും, AVG മാറും. ആക്റ്റീവ്ലി എന്തായാലും ഒരാൾ കാണും. ഓക്കെ, ഒരാളായിരിക്കും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മൾ ആക്റ്റീവ് റൗട്ടർ പറഞ്ഞില്ല, HSRP പഠിക്കുന്ന സമയത്ത് ആക്റ്റീവ് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേ സ്ഥാനം തന്നെയാണ് AVGക്ക് ഉള്ളത്. പ്രയോറിറ്റി ബേസ്ഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അടുത്ത പേജ് നമ്മൾ സിൻടാക്സ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി. വളരെ ഈസിയാണ്. നമ്മൾ HSRP ചെയ്ത പോലെ തന്നെ VRRP ചെയ്ത പോലെ തന്നെ യാതൊരു വിധ വ്യത്യാസങ്ങൾ വരുന്നില്ല. അതായത് ഇന്റർഫേസ് ട്രാക്കിങ്ങിനകത്ത് താങ്കൾ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഈ ഒരു ഒറ്റ കമാൻഡ് മാത്രം വ്യത്യാസം വരുന്ന, ബാക്കിയെല്ലാം സെയിം. ഷോ GLPP എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോ GLPP ബ്രീഫ് യൂസ് ചെയ്യാം. പ്രിയംഷൻ ബൈ ഡിഫോൾട്ട് എനേബിൾഡ് അല്ല, നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി എനേബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ? ഇതുകൂടി എടുത്തോളൂ സാനുവേ. ഓതന്റിക്കേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസ് എന്നതിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അത്ര റിയൽ ടൈമിലൊന്നും നമ്മൾ ഇതൊന്നും യൂസ് ചെയ്ത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് ബെസ്റ്റ് പ്രാക്ടീസ്. ആരും നോക്കല്ലേ? ഓക്കെ സർ. ഓക്കെ. അടുത്ത ടോപ്പിക്കിലോട്ട് ഞാൻ പോകുന്നില്ല. ഇന്നലെ മുതൽ ഭയങ്കര ചുമയൊക്കെയായിരുന്നു. അടുത്ത ദിവസം എന്താ പറയുന്നത്? ഓക്കെ, കുഴപ്പമില്ലല്ലോ. മതി. ഓക്കെ. താങ്ക് യു.